നമസ്കാരം. സിലബസ് പ്രകാരം കേരളത്തിന്റെ ഭൂമിശാസ്ത്രം എന്നുള്ള ടോപ്പിക്കാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കേരളത്തിന്റെ ഭൂപ്രകൃതി. നമ്മൾ SSCRT ചാപ്റ്ററും കൂടി ഇതിനോടൊപ്പം പഠിച്ചു പോകുന്നുണ്ട്. സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരത്തിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിന്റെ ഭൂപ്രകൃതിയെ മൂന്നായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. മലനാട്, ഇടനാട്, തീരപ്രദേശം. സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരത്തെ അടിസ്ഥാനമാക്കിയിട്ട് കേരളത്തിന്റെ ഭൂപ്രകൃതിയെ നമ്മൾ മൂന്നായിട്ട് തരംതിരിച്ചിരിക്കുന്നു. മലനാട്, ഇടനാട്, തീരപ്രദേശം. കേരളത്തിന്റെ ആകെ ഭൂവിസ്തൃതിയുടെ 48% മലനാടും 42% ഇടനാടും 10% തീരപ്രദേശവുമാണ്. കേരളത്തിന്റെ ആകെ ഭൂവിസ്തൃതിയുടെ 48% മലനാടും 42% ഇടനാടും 10% തീരപ്രദേശവുമാണ്. മലനാട്. കേരളത്തിന്റെ കിഴക്ക് ഭാഗത്തായിട്ടാണ് മലനാട് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിന്റെ കിഴക്ക് ഭാഗത്തായിട്ടാണ് മലനാട് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഭൂപ്രദേശം ഏതാണ്? മലനാടാണ്. സമുദ്രനിരപ്പിൽ നിന്നും 75 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള പ്രദേശമാണ് മലനാട്. ശരാശരി ഉയരം 900 മീറ്റർ ആണ്. മലനാടിന്റെ ശരാശരി ഉയരം എത്രയാണ്? 900 മീറ്റർ ആണ്. കേരളത്തിലെ നദികളെല്ലാം ഉത്ഭവിക്കുന്ന ഭൂപ്രകൃതി ഏതാണ്? മലനാടാണ്. കേരളത്തിലെ നദികളെല്ലാം ഉത്ഭവിക്കുന്ന എവിടെ നിന്നാണ്? മലനാട്ടിൽ നിന്നുമാണ് ഉത്ഭവിക്കുന്നത്. മലനാട്ടിലെ പ്രധാന കാർഷിക വിളകൾ ഏതൊക്കെയാണ്? തേയില, കാപ്പി, റബ്ബർ, ഏലം, കുരുമുളക്. ഏതൊക്കെയാണ് മലനാട്ടിലെ പ്രധാന കാർഷിക വിളകൾ? തേയില, കാപ്പി, റബ്ബർ, ഏലം, കുരുമുളകൊക്കെ മലനാട്ടിലെ പ്രധാന കാർഷിക വിളകളാണ്. കേരളത്തിലെ മലനാടിന്റെ ഭാഗമായിരുന്ന മലനിരയാണ് പശ്ചിമഘട്ടം. കേരളത്തിൽ മലനാടിന്റെ ഭാഗമായിരുന്ന മലനിരയാണ് പശ്ചിമഘട്ടം. പശ്ചിമഘട്ട മലനിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ആനമുടിയാണ്. പശ്ചിമഘട്ട മലനിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ആനമുടിയാണ്. വയനാട് കുടക് അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന പശ്ചിമഘട്ട മലനിരയിലെ ഭാഗമാണ് ബ്രഹ്മഗിരി കുന്നുകൾ. വയനാട് കുടക് അതിർത്തിയിലായിട്ട് സ്ഥിതി ചെയ്യുന്ന പശ്ചിമഘട്ട മലനിരയുടെ ഭാഗം ഏതാണ്? ബ്രഹ്മഗിരി കുന്നുകളാണ്. അപ്പൊ നമ്മൾ എന്താ മലനാടിനെ കുറിച്ചിട്ട് പഠിച്ചത്? കേരളത്തിന്റെ കിഴക്ക് ഭാഗത്തായിട്ടാണ് മലനാട് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഭൂപ്രദേശം മലനാടാണ്. സമുദ്രനിരപ്പിൽ നിന്നും 75 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള പ്രദേശമാണ് മലനാട്. ശരാശരി ഉയരം എത്രയാണ്? 900 മീറ്റർ ആണ്. കേരളത്തിലെ നദികളെല്ലാം ഉത്ഭവിക്കുന്ന എവിടെ നിന്നാണ്? മലനാടിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. പ്രധാന കാർഷിക വിളകൾ ഏതൊക്കെയാണ്? മലനാട്ടിലെ പ്രധാന കാർഷിക വിളകളാണ് തേയില, കാപ്പി, റബ്ബർ, ഏലം, കുരുമുളക്. കേരളത്തിന്റെ മലനാടിന്റെ ഭാഗമായിരുന്ന മലനിര ഏതാണ്? പശ്ചിമഘട്ടമാണ്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ആനമുടിയാണ്. അതുപോലെ തന്നെ ബ്രഹ്മഗിരി കുന്നുകളൊക്കെ എവിടെ സ്ഥിതി ചെയ്യുന്നത്? മലനാടിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആനമുടി. ആനമുടിയുടെ ഉയരം എത്രയാണ്? 2695 മീറ്ററും 8842 അടിയുമാണ്. ആനമുടിയുടെ ഉയരം എത്രയാണ്? 2695 മീറ്റർ. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ആനമുടിയാണ്. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ആനമുടിയാണ്. ആനമുടി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിലെ മൂന്നാർ ഗ്രാമപഞ്ചായത്തിലാണ് ആനമുടി സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ്? ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിലെ മൂന്നാർ ഗ്രാമപഞ്ചായത്തിലാണ് ആനമുടി സ്ഥിതി ചെയ്യുന്നത്. ആനമുടി സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ചോദിച്ചാലോ? ഇരവികുളം ദേശീയോദ്യാനമാണ്. ആനമുടി സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഏതാണ്? ഇരവികുളം ദേശീയോദ്യാനമാണ്. ആനമല, ഏലമല, പളനിമല എന്നിവയുടെയൊക്കെ സംഗമസ്ഥാനം എവിടെയാണ്? ആനമുടിയിലാണ്. ആനമല, ഏലമല, പളനിമല എന്നിവയുടെയൊക്കെ സംഗമസ്ഥാനം എവിടെയാണ്? ആനമുടിയിലാണ്. അപ്പൊ ആനമുടിയുടെ ഉയരം എത്രയാണ്? 2695 മീറ്റർ, 8842 അടി. അടിക്കണക്കിൽ പറയുമ്പോൾ എത്രയാണ്? 8842 അടി. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ്. തെക്കേ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ്. സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ്. ആനമുടി സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ചോദിച്ചാൽ ഇരവികുളം ദേശീയോദ്യാനമാണ്. ആനമല, ഏലമല, പളനിമല എന്നിവയുടെ സംഗമസ്ഥാനം എവിടെയാണ്? ആനമുടിയാണ്. ആനമുടിയുടെ വടക്കാണെങ്കിൽ ആനമലയാണ്. ആനമുടിയുടെ തെക്കാണെങ്കിൽ ഏലമലയാണ്. ആനമുടിയുടെ വടക്ക് കിഴക്കാണെങ്കിൽ പളനിമലയാണ്. അപ്പൊ എന്താണ് പറയുന്നത്? ആനമുടിയുടെ വടക്ക് വശത്ത് വരുന്നത് ഏതാണ്? ആനമുടിയുടെ വടക്ക് വശത്ത് വരുന്ന മല ഏതാണ്? മലനിരയാണ് ആനമല. വടക്ക് വശത്ത് ആനമല,
തെക്കായിട്ട് വരികയാണെങ്കിൽ ഏലമല, വടക്ക് കിഴക്കാണെങ്കിൽ പളനിമല. അടുത്തത് മീശപ്പുലിമല. ഏതാണ്? മീശപ്പുലിമല. 2640 മീറ്റർ ആണ്. എത്രയാണ് ഉയരം? 2640 മീറ്റർ ആണ് മീശപ്പുലിമലയുടെ ഉയരം. തെക്കേ ഇന്ത്യയിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടിയാണ്. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ആനമുടി. തെക്കേ ഇന്ത്യയിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? മീശപ്പുലിമലയാണ്. ഇടുക്കി ജില്ലയിൽ തന്നെയാണ് മീശപ്പുലിമല സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ആനമുടി, 2695 മീറ്റർ. തെക്കേ ഇന്ത്യയിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? മീശപ്പുലിമല, 2640 മീറ്റർ. അടുത്തത് അഗസ്ത്യാർകൂടം അല്ലെങ്കിൽ അഗസ്ത്യമല. എത്രയാണ് ഉയരം? 1868 മീറ്റർ ആണ് ഉയരം അല്ലേ? 1868 മീറ്റർ ആണ് അഗസ്ത്യാർകൂടത്തിന്റെ ഉയരം. പശ്ചിമഘട്ടത്തിന്റെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന മലനിരയാണ് അഗസ്ത്യാർകൂടം. പശ്ചിമഘട്ടത്തിന്റെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന മലനിര എന്ന് ചോദിച്ചാൽ ഏതാണ്? അഗസ്ത്യാർകൂടമാണ്. നെയ്യാർ നദി ഉത്ഭവിക്കുന്ന എവിടെ നിന്നാണ്? അഗസ്ത്യാർകൂടത്തിൽ നിന്നാണ് അല്ലേ? നെയ്യാർ നദി ഉത്ഭവിക്കുന്ന എവിടെ നിന്നാണ്? അഗസ്ത്യമലയിൽ നിന്നാണ് നെയ്യാർ നദി ഉത്ഭവിക്കുന്നത്. ഇന്ത്യയിലെ 10ാമത്തെ ബയോസ്ഫിയർ റിസർവ് ആണ് അഗസ്ത്യമല. ഇന്ത്യയിലെ 10ാമത്തെ ബയോസ്ഫിയർ റിസർവ് ഏതാണ്? അഗസ്ത്യമലയാണ്. യുനെസ്കോയുടെ മാൻ ആൻഡ് ബയോസ്ഫിയർ പ്രോഗ്രാമിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ് ഇത് അഗസ്ത്യമല. 2016 അഗസ്ത്യമലയെ യുനെസ്കോ ലോക ജൈവമണ്ഡല ശൃംഖലയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്താ പറയുന്നത്? 2016 അഗസ്ത്യമലയെ യുനെസ്കോ ലോക ജൈവമണ്ഡല ശൃംഖലയിൽ ഉൾപ്പെടുത്തി. പശ്ചിമഘട്ടത്തിൽ കേരളത്തിന്റെ ഭാഗമായ ബയോളജിക്കൽ പാർക്കാണ് അഗസ്ത്യമല. പശ്ചിമഘട്ടത്തിലെ കേരളത്തിന്റെ ഭാഗമായിട്ടുള്ള ബയോളജിക്കൽ പാർക്ക് ഏതാണ്? അഗസ്ത്യമലയാണ്. അപ്പൊ എന്താണ് നമ്മൾ അഗസ്ത്യമലയെ കുറിച്ച് പഠിച്ചത്? എത്രയാണ് ഉയരം? 1868 മീറ്റർ ആണ് അഗസ്ത്യമലയുടെ ഉയരം. 1868 മീറ്റർ ആണ് അഗസ്ത്യമലയുടെ ഉയരം. പശ്ചിമഘട്ടത്തിലെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന മലനിരയാണ്. പശ്ചിമഘട്ടത്തിന്റെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന മലനിരയാണ് അഗസ്ത്യമല. നെയ്യാർ നദി ഉത്ഭവിക്കുന്നത് അഗസ്ത്യമലയിൽ നിന്നാണ്. ഇന്ത്യയിലെ 10ാമത്തെ ബയോസ്ഫിയർ റിസർവ് ആണ് അഗസ്ത്യമല. എത്രാമത്തെയാണ്? ഇന്ത്യയിലെ 10ാമത്തെ ബയോസ്ഫിയർ റിസർവ് ആണ് അഗസ്ത്യമല. യുനെസ്കോയുടെ മാൻ ആൻഡ് ബയോസ്ഫിയർ പ്രോഗ്രാമിലെ ഉൾപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ 2016 അഗസ്ത്യമലയെ യുനെസ്കോ ലോക ജൈവമണ്ഡല ശൃംഖലയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പശ്ചിമഘട്ടത്തിൽ കേരളത്തിന്റെ ഭാഗമായിട്ടുള്ള ബയോളജിക്കൽ പാർക്ക് ഏതാണ്? അഗസ്ത്യമലയാണ്. അപ്പൊ നമ്മളിവിടെ എത്ര പഠിച്ചു? ആനമുടിയുടെ ഉയരം എത്ര പഠിച്ചത്? ആനമുടിയുടെ 2695 മീറ്റർ ആണ് ആനമുടിയുടെ ഉയരം പഠിച്ചത് അല്ലെ? അടുത്തത് ഏതാ പഠിച്ചത്? മീശപ്പുലിമല 2640 മീറ്റർ. അഗസ്ത്യാർകൂടത്തിന്റെ ഉയരം എത്രയാണ്? 1868 മീറ്റർ. ഇനി പ്രധാന മലകൾ കേട്ടോ. ഇനി പ്രധാന മലകളാണ്, അതായത് നമ്മുടെ മലനാട്ടിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന മലനിരകൾ ഏതൊക്കെയാണ്? ആനമുടി എവിടെ സ്ഥിതി ചെയ്യുന്നത്? ആനമുടി സ്ഥിതി ചെയ്യുന്നത് ഇടുക്കിയിലാണ്. മീശപ്പുലിമല എവിടെയാണ്? ഇടുക്കി തന്നെയാണ്. കുമരിക്കല്, ദേവിമല, ചെന്താവര, ശിവഗിരിമല ഇവയെല്ലാം എവിടെയാണ്? ഇടുക്കിയിലാണ്. ഏതൊക്കെയാണ് ഇടുക്കിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന മലനിരകൾ ഏതൊക്കെയാണ്? ആനമുടി, മീശപ്പുലിമല, കുമരിക്കൽ, ദേവിമല, ചെന്താവര, ശിവഗിരിമലയൊക്കെ എവിടെ സ്ഥിതി ചെയ്യുന്നത്? ഇടുക്കിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അമ്പുകുത്തിമല എവിടെയാണ്? അമ്പുകുത്തിമല, ബാണാസുരമല, അതുപോലെ തന്നെ ബ്രഹ്മഗിരി കുന്നുകള്, ചെമ്പ്ര കൊടുമുടിയൊക്കെ വയനാടാണ്. അമ്പുകുത്തിമല, ബാണാസുര, ബ്രഹ്മഗിരി, ചെമ്പ്ര കൊടുമുടി ഇവയെല്ലാം എവിടെ സ്ഥിതി ചെയ്യുന്നത്? വയനാട് ജില്ലയിലാണ്. മാമ്പാറ എവിടെയാണ്? പാലക്കാടാണ്. മല്ലീശ്വരൻ മുടി എവിടെയാണ്? പാലക്കാട് തന്നെയാണ്. അഗസ്ത്യാർകൂടം നമ്മളിപ്പോ പഠിച്ചു തിരുവനന്തപുരത്താണ് അല്ലെ? റോസ്മല എവിടെയാണ്? കൊല്ലം ജില്ലയിലാണ്. ശബരിമല എവിടെയാണ്? പത്തനംതിട്ടയിലാണ് അല്ലെ? ശബരിമല, പൂച്ചിമല, ചരൽകുന്നൊക്കെ എവിടെയാണ്? പത്തനംതിട്ടയിലാണ്. ഏതൊക്കെയാണ്? ശബരിമല, പൂച്ചിമല, ചരൽകുന്നൊക്കെ എവിടെയാണ്? പത്തനംതിട്ടയിലാണ്. പാലപ്പിള്ളി എവിടെയാണ്? തൃശ്ശൂര്. തിരുവല്യാമല എവിടെയാണ്? തൃശ്ശൂര്. പാലപ്പിള്ളി, തിരുവല്യാമലയൊക്കെ എവിടെയാണ്? തൃശ്ശൂരിലാണ്. അരിമ്പ്ര കുന്നുകൾ എവിടെയാണ്? മലപ്പുറം അല്ലെ? അരിമ്പ്ര കുന്നുകൾ എവിടെയാണ്? മലപ്പുറം ജില്ലയിലാണ്. വെള്ളാരിമല എവിടെയാണ്? വെള്ളാരിമല കോഴിക്കോടാണ്. വെള്ളാരിമല എവിടെയാണ്? കോഴിക്കോടാണ്. പൈതൽ മല കണ്ണൂരാണ്. പുരളിമല കണ്ണൂരാണ്.
ഏഴിമല കണ്ണൂര്. പൈതൽമല, പുരളിമല, ഏഴിമല എവിടെയാണ്? കണ്ണൂരാണ്. റാണിപുരം കാസർഗോഡാണ്. റാണിപുരം എവിടെയാണ്? കാസർഗോഡാണ്. മലയാറ്റൂർ മല എവിടെയാണ്? എറണാകുളത്താണ് അല്ലെ. ഇത്രയും മലകളാണ് ഇവിടെ മലനാട്ടിലെ മലകളാണ് കേട്ടോ. മലനാട്ടിലെ പ്രധാനപ്പെട്ട മലനിരകളാണ് ഇത്രയും മലനിരകള്. ഇനി ചുരങ്ങള്. പശ്ചിമഘട്ടത്തിലെ ചുരങ്ങളുടെ എണ്ണം എത്രയാണ്? പശ്ചിമഘട്ടത്തിലെ ചുരങ്ങളുടെ എണ്ണം എത്രയാണ്? 16 ആണ് അല്ലെ. പാലക്കാട് ചുരം ബന്ധിപ്പിക്കുന്നത് പാലക്കാടിനെയും കോയമ്പത്തൂരിനെയും തമ്മിലാണ്. പാലക്കാട് ചുരം ബന്ധിപ്പിക്കുന്നത് പാലക്കാടിനെയും കോയമ്പത്തൂരിനെയും തമ്മിലാണ്. താമരശ്ശേരി ചുരമാണെങ്കിലോ കോഴിക്കോടും മൈസൂരും തമ്മിലാണ്. താമരശ്ശേരി ചുരം ബന്ധിപ്പിക്കുന്നത് കോഴിക്കോടിനെയും മൈസൂരിനെയും തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്. ആര്യങ്കാവ് ചുരം പുനലൂരും ചെങ്കോട്ടയും. അപ്പൊ നമ്മൾ പാലക്കാട് ചുരമാണെങ്കിൽ പാലക്കാടും കോയമ്പത്തൂരും, താമരശ്ശേരി ചുരമാണെങ്കിൽ കോഴിക്കോടും മൈസൂരും. താമരശ്ശേരി ചുരം ഏതൊക്കെയാണ്? കോഴിക്കോട്, മൈസൂർ എന്നീ സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്നു. ആര്യങ്കാവ്, പുനലൂർ, ചെങ്കോട്ട. ആര്യങ്കാവ്, പുനലൂർ, ചെങ്കോട്ട എന്നീ സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്നു. പെരിയ ചുരം മാനന്തവാടി, മൈസൂര്. പെരിയ ചുരം എന്താണ്? മാനന്തവാടി, മൈസൂർ എന്നീ സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്ന ഏതാണ്? പെരിയ ചുരം. പേരമ്പാടി ചുരമാണെങ്കിലോ കണ്ണൂർ കർണാടക അല്ലെങ്കിൽ കണ്ണൂർ കൂർഗിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് പേരമ്പാടി ചുരം. പാൽച്ചുരം വയനാട്, കണ്ണൂര്. പാൽച്ചുരം എന്താണ്? വയനാടിനെയും കണ്ണൂരിനെയും ബന്ധിപ്പിക്കുന്ന ഏതാണ്? പാൽച്ചുരം. ബോഡിനായ്ക്കനൂർ ചുരം ഏതാണ്? ഇടുക്കിയെയും മധുരയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഏതാണ്? ബോഡിനായ്ക്കനൂരാണ് അല്ലെ. ഇടുക്കിയെയും മധുരയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഏതാണ്? ബോഡിനായ്ക്കനൂർ ചുരമാണ്. ആലുവാമൊഴി തിരുവനന്തപുരത്തിനെയും തിരുനെൽവേലിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. തിരുവനന്തപുരവും തിരുനെൽവേലിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ആലുവാമൊഴി ചുരം അല്ലെ. ഒന്നുകൂടി നോക്കാം. പാലക്കാട് ചുരം ഏതാണ്? പാലക്കാടും കോയമ്പത്തൂരും. താമരശ്ശേരി ആണെങ്കിലോ കോഴിക്കോടും മൈസൂരും. ആര്യങ്കാവാണെങ്കിൽ പുനലൂർ, ചെങ്കോട്ട. പെരിയ ചുരമാണെങ്കിലോ മാനന്തവാടി, മൈസൂര്. പേരമ്പാടി ചുരമാണെങ്കിലോ കണ്ണൂർ, കൂർഗ്. പാൽ ചുരമാണെങ്കിലോ വയനാട്, കണ്ണൂര്. ബോഡിനായ്ക്കനൂർ ചുരമാണെങ്കിലോ ഇടുക്കി, മധുര. ആലുവാമൊഴി ചുരം എന്ന് വെച്ചാൽ തിരുവനന്തപുരവും തിരുനെൽവേലിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ഇതാണ് പ്രധാനപ്പെട്ട ചുരങ്ങള്. പാലക്കാട് ചുരത്തിന്റെ വീതി 30 മുതൽ 40 കിലോമീറ്ററോളം ഉണ്ട്. പാലക്കാട് ചുരത്തിന്റെ വീതി എത്രയാണ്? 30 മുതൽ 40 കിലോമീറ്റർ വരെ വീതിയാണ് പാലക്കാട് ചുരത്തിന്റെ വീതി. കേരളത്തിലെ ഏറ്റവും വലിയ ചുരം ഏതാണ്? പാലക്കാട് ചുരമാണ് കേട്ടോ. കേരളത്തിലെ ഏറ്റവും വലിയ ചുരം ഏതാണ്? പാലക്കാട് ചുരമാണ്. കേരളത്തിന്റെ കവാടം എന്നറിയപ്പെടുന്നതാണ് പാലക്കാട് ചുരമാണ്. നീലഗിരി കുന്നുകൾക്കും ആനമലയ്ക്കും ഇടയിലായിട്ടാണ് പാലക്കാട് ചുരം സ്ഥിതി ചെയ്യുന്നത്. നീലഗിരി കുന്നുകൾക്കും ആനമലയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്നതാണ് പാലക്കാട് ചുരം. പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ഭാരതപ്പുഴയാണ്. പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ഭാരതപ്പുഴ. പാലക്കാട് ജില്ലയിലെ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടാൻ കാരണം എന്താണ്? പാലക്കാട് ചുരമാണ്. പാലക്കാട് ജില്ലയിലെ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടാൻ കാരണം എന്താണ്? പാലക്കാട് ചുരമാണ്. കേരളത്തിൽ നിന്ന് തെക്ക് പടിഞ്ഞാറൻ മൺസൂണിന് തമിഴ്നാട്ടിലോട്ടും അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ നിന്നുള്ള ഉഷ്ണക്കാറ്റിനെ കേരളത്തിലേക്കും കടത്തിവിടുന്നത് പാലക്കാട് ചുരമാണ്. എന്താ പറയുന്നത്? കേരളത്തിൽ നിന്ന് തെക്ക് പടിഞ്ഞാറൻ മൺസൂണിനെ തമിഴ്നാട്ടിലോട്ടും തമിഴ്നാട്ടിൽ നിന്നുള്ള ഉഷ്ണക്കാറ്റിനെ കേരളത്തിലേക്കും കടത്തിവിടുന്നത് പാലക്കാട് ചുരമാണ്. അടുത്തത് എന്താ പറയുന്നത്? വയനാട് ചുരം അല്ലെങ്കിൽ താമരശ്ശേരി ചുരം അല്ലെ. താമരശ്ശേരി ചുരം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കോഴിക്കോട് ജില്ലയിലാണ്. താമരശ്ശേരി ചുരം എവിടെയാണ്? കോഴിക്കോട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. വയനാടിന്റെ പ്രവേശന കവാടം എന്നറിയപ്പെടുന്ന ചുരമാണ് താമരശ്ശേരി ചുരം. കോഴിക്കോടിനെയും വയനാടിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് താമരശ്ശേരി ചുരം. അപ്പൊ പാലക്കാട് ചുരത്തിന്റെ വീതി ചോദിച്ചാല് 30 കിലോമീറ്റർ മുതൽ 40 കിലോമീറ്റർ വരെ അല്ലെ. പാലക്കാട് ചുരത്തിന്റെ വീതി എത്രയാണ്? 30 മുതൽ 40 കിലോമീറ്റർ വരെ അല്ലെ. കേരളത്തിലെ ഏറ്റവും വലിയ ചുരം ഏതാണ്? പാലക്കാട് ചുരം. നീലഗിരി കുന്നുകൾക്കും ആനമലയ്ക്കും ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ഭാരതപ്പുഴയാണ് അല്ലെ. പാലക്കാട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടാൻ കാരണം എന്താണ്? പാലക്കാട് ചുരമാണ്. കേരളത്തിൽ നിന്നും തെക്ക് പടിഞ്ഞാറ് മൺസൂണൻ തമിഴ്നാട്ടിലോട്ടും തമിഴ്നാട്ടിൽ നിന്നുള്ള ഉഷ്ണക്കാറ്റിനെ കേരളത്തിലേക്കും കടത്തിവിടുന്നത് പാലക്കാട് ചുരമാണ്. അടുത്തത് എന്താ പഠിച്ചത്? താമരശ്ശേരി ചുരം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കോഴിക്കോട് ജില്ലയിൽ അല്ലെ. കോഴിക്കോടിനെയും വയനാടിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് താമരശ്ശേരി ചുരം. താമരശ്ശേരി ചുരം നിർമ്മിക്കാൻ ബ്രിട്ടീഷുകാരെ സഹായിച്ച ആദിവാസി ആരാണ്? കരിന്തണ്ടനാണ് കേട്ടോ. താമരശ്ശേരി ചുരം നിർമ്മിക്കാൻ ബ്രിട്ടീഷുകാരെ സഹായിച്ച ആദിവാസി ആരാണ്? കരിന്തണ്ടനാണ്.
നാടുകാണി ചുരം എവിടെ സ്ഥിതി ചെയ്യുന്നത്? മലപ്പുറം ജില്ലയിലാണ്. നാടുകാണി ചുരം എവിടെയാണ്? മലപ്പുറം ജില്ലയിലാണ് നാടുകാണി ചുരം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിന്റെ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ചുരം ഏതാണ്? കേരളത്തിന്റെ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ചുരമാണ് ആലുവാമൊഴി ചുരം അല്ലേ? കേരളത്തിന്റെ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ചുരം ഏതാണ്? ആലുവാമൊഴി ചുരം. ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത്? തിരുവനന്തപുരവും തിരുനെൽവേലിയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് അല്ലെ? തിരുവനന്തപുരത്തെയും തിരുനെൽവേലിയെയും ബന്ധിപ്പിക്കുന്ന ഏതാണ്? ആലുവാമൊഴി ചുരമാണ് അല്ലെ? തിരുവനന്തപുരത്തെയും തിരുനെൽവേലിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഏതാണ്? ആലുവാമൊഴി ചുരമാണ്. ബന്ദിപ്പൂർ വന്യജീവി സങ്കേതത്തിന് അടുത്തുള്ള ചുരം ഏതാണ്? പേരമ്പാടി ചുരമാണ് കേട്ടോ. ബന്ദിപ്പൂർ വന്യജീവി സങ്കേതത്തിന് അടുത്തുള്ള ചുരം ഏതാണ്? പേരമ്പാടി ചുരമാണ്. ഇനി ദേശീയപാതകൾ കേട്ടോ ചുരത്തിലൂടെ കടന്നു പോകുന്നത് NH, അതായത് നാഷണൽ ഹൈവേ NH 85 കടന്നു പോകുന്നത് ഏത് ചുരത്തിലൂടെയാണ്? ബോഡി നായ്ക്കന്നൂർ ചുരത്തിലൂടെയാണ് കടന്നു പോകുന്നത്. NH 85 ബോഡി നായ്ക്കന്നൂർ ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാതയാണ് NH 85. ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏതാണ്? NH 744 ആണ് കേട്ടോ. ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏതാണ്? NH 744. ബോഡി നായ്ക്കന്നൂർ ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാതയാണെങ്കിലോ NH 85. പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏതാണ്? NH 544. പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏതാണ്? NH 544 ആണ്. വയനാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏതാണ്? NH 766 ആണ്. വയനാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏതാണ്? NH 766. ഒന്നുകൂടി നമുക്ക് എന്താണ് നോക്കാം. ബോഡി നായ്ക്കന്നൂർ ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏതാണ്? NH 85. ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാതയാണെങ്കിലോ NH 744. പാലക്കാട് ചുരത്തിലൂടെയാണെങ്കിലോ NH 544. വയനാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാതയാണെങ്കിൽ NH 766. ഇനി പീഠഭൂമികളാണ് കേട്ടോ. കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമിയാണ് വയനാട് പീഠഭൂമി. കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? വയനാട് പീഠഭൂമിയാണ്. ഡെക്കാൻ പീഠഭൂമിയുടെ തെക്ക് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ലയാണ് വയനാട്. ഡെക്കാൻ പീഠഭൂമിയുടെ തെക്ക് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല ഏതെന്ന് ചോദിച്ചാൽ വയനാടാണ്. പ്രധാന പീഠഭൂമികൾ ഏതൊക്കെയാണ്? മറ്റു പ്രധാന പീഠഭൂമികള് നെല്ലിയാമ്പതി പീഠഭൂമി, മൂന്നാർ പീരുമേട് പീഠഭൂമി, പെരിയാർ പീഠഭൂമി. ഇതൊക്കെയാണ് മറ്റു പ്രധാന പീഠഭൂമികൾ. അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? വയനാട് പീഠഭൂമിയാണ് അല്ലേ? പിന്നെ ഏതൊക്കെ പീഠഭൂമികളുണ്ട്? നെല്ലിയാമ്പതി പീഠഭൂമിയുണ്ട്, മൂന്നാർ പീരുമേട് പീഠഭൂമിയുണ്ട്, പെരിയാർ പീഠഭൂമിയുണ്ട്. ഇതൊക്കെ എവിടെയാണ്? നമ്മൾ ഇത്ര നേരം പഠിച്ചതെല്ലാം എവിടെയാണ്? മലനാട്ടിന്റെ സവിശേഷതകളാണ് അല്ലേ? അടുത്തത് നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നത്? ഇടനാട്. മലനാടിനും തീരപ്രദേശത്തിനും ഇടയിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. മലനാടിന്റെയും തീരപ്രദേശത്തിന്റെ ഇടയിലാണ് ഇടനാട് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിന്റെ ഭൂവിസ്തൃതിയുടെ 42% ഇടനാടാണ് അല്ലെ? കേരളത്തിന്റെ ഭൂവിസ്തൃതിയുടെ 42% എന്താണ്? ഇടനാടാണ്. അപ്പോ മലനാടിനും തീരപ്രദേശത്തിനും ഇടയിലായിട്ട് ചെറു കുന്നുകളാലും താഴ്വരകളാലും സമൃദ്ധമായ പ്രദേശമാണ് ഇടനാട്. എന്താ പറയുന്നത്? മലനാടിനും തീരപ്രദേശത്തിനും ഇടയിലായിട്ട് ചെറു കുന്നുകളാലും താഴ്വരകളാലും സമൃദ്ധമായ പ്രദേശമാണ് ഇടനാട്. സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്ററിനും 75 മീറ്ററിനും ഇടയിലായിട്ടാണ് ഇടനാട് സ്ഥിതി ചെയ്യുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്ററിനും 75 മീറ്ററിനും ഇടയിലായിട്ട് സ്ഥിതി ചെയ്യുന്ന പ്രകൃതി ഏതാണ്? ഇടനാട്. പ്രധാനമായിട്ട് ഇവിടെ കാണുന്ന മണ്ണ് ഏതാണ്? ലാറ്ററൈറ്റ് മണ്ണാണ് അല്ലെ? ഇടനാട്ടിൽ കാണുന്ന പ്രധാന മണ്ണ് ഏതാണ്? ലാറ്ററൈറ്റ് മണ്ണാണ്. ഇടനാട്ടിലെ പ്രധാനമായിട്ട് ഇവിടെ കാണപ്പെടുന്ന മണ്ണ് ഏതാണ്? ലാറ്ററൈറ്റ് മണ്ണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിളവൈവിധ്യമുള്ള ഭൂവിഭാഗം ഏതാണ്? ഇടനാടാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ വിളവൈവിധ്യമുള്ള ഭൂവിഭാഗം ഏതാണ് ചോദിച്ചാല് ഇടനാടാണ്. പ്രധാന കാർഷിക വിളകള്. ഇടനാട്ടിലെ പ്രധാന കാർഷിക വിളകൾ ഏതാണ്? കുരുമുളക്, കശുവണ്ടി, അടയ്ക്ക, മരച്ചീനി, വാഴ, റബ്ബറൊക്കെയാണ് ഇടനാട്ടിലെ പ്രധാന കാർഷിക വിളകള്. ഏതൊക്കെയാണ് പ്രധാന കാർഷിക വിളകള്? കുരുമുളക്, കശുവണ്ടി, അടയ്ക്ക, മരച്ചീനി, വാഴ, റബ്ബറൊക്കെ ഇടനാട്ടിലെ പ്രധാന കാർഷിക വിളകളാണ്.
ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കേരളത്തിലെ ആദ്യ ജിയോളജിക്കൽ പൈതൃക സ്മാരകമായിട്ട് പ്രഖ്യാപിച്ചത് അങ്ങാടിപ്പുറം ലാറ്ററൈറ്റ് കുന്നാണ് കേട്ടോ. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കേരളത്തിലെ ആദ്യ ജിയോളജിക്കൽ സ്മാരകമായിട്ട് പ്രഖ്യാപിച്ചത് ഏതാണ്? അങ്ങാടിപ്പുറം ലാറ്ററൈറ്റ് കുന്നിനെയാണ്. എവിടെയാണ് അങ്ങാടിപ്പുറം ലാറ്ററൈറ്റ് കുന്ന്? മലപ്പുറം ജില്ലയിലാണ്. കേരളത്തിലെ രണ്ടാമത്തെ ജിയോളജിക്കൽ സ്മാരകം. കേരളത്തിലെ ആദ്യത്തെ ജിയോളജിക്കൽ സ്മാരകം ഏതാണ്? അങ്ങാടിപ്പുറം ലാറ്ററൈറ്റ് കുന്ന്. കേരളത്തിലെ രണ്ടാമത്തെ ജിയോളജിക്കൽ സ്മാരകം ഇന്ത്യയിലെ ആദ്യ ജിയോ പാർക്ക്. ഇത് ഏതാണ്? വർക്കല ക്ലിഫാണ് കേട്ടോ. തിരുവനന്തപുരം ജില്ലയിലെ വർക്കല ക്ലിഫാണ്. അപ്പൊ കേരളത്തിലെ ആദ്യത്തെ ജിയോളജിക്കൽ പാർക്ക് ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ ജിയോളജിക്കൽ സ്മാരകം അങ്ങാടിപ്പുറം ലാറ്ററൈറ്റ് കുന്നും. കേരളത്തിലെ രണ്ടാമത്തെ ജിയോളജിക്കൽ സ്മാരകം വർക്കല ക്ലിഫ്, തിരുവനന്തപുരം. നമ്മൾ ഇടനാട് ഒന്നും കൂടി പഠിക്കാം. അപ്പൊ എന്തൊക്കെയാണ് ഇടനാടിന്റെ പ്രത്യേകത? നമ്മൾ എന്താ പഠിച്ചത്? മലനാടിന്റെയും തീരപ്രദേശത്തിന്റെയും ഇടയിലായിട്ട് ചെറു കുന്നുകളാലും താഴ്വരകളാലും സമൃദ്ധമായ പ്രദേശമാണ് ഇടനാട്. സമുദ്രനിരപ്പിൽ നിന്നും 7.5-നും 75 മീറ്ററിനും ഇടയിലായിട്ട് സ്ഥിതി ചെയ്യുന്നു. പ്രധാനമായിട്ട് ഇവിടെ കാണുന്ന മണ്ണ് ഏതാണ്? ലാറ്ററൈറ്റ് മണ്ണാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ വിളവൈവിധ്യമുള്ള ഭൂവിഭാഗം ഏതാണ് ചോദിച്ചാല് അത് ഇടനാടാണ് അല്ലെ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ വിളവൈവിധ്യമുള്ള ഭൂവിഭാഗം ഏതാണ്? ഇടനാടാണ്. പ്രധാന കാർഷിക വിളകൾ ഏതൊക്കെയാണ്? കുരുമുളക്, കശുവണ്ടി, അടയ്ക്ക, മരച്ചീനി, വാഴ, റബ്ബറൊക്കെയാണ് പ്രധാന കാർഷിക വിളകൾ. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കേരളത്തിലെ ആദ്യത്തെ ജിയോളജിക്കൽ സ്മാരകമായി പ്രഖ്യാപിച്ചത് അങ്ങാടിപ്പുറം ലാറ്ററൈറ്റ് കുന്ന്. രണ്ടാമത്തെ ജിയോളജിക്കൽ സ്മാരകം ഏതാണ്? വർക്കല ക്ലിഫ്, തിരുവനന്തപുരം ജില്ലയിലെ. ഇതൊക്കെ എവിടെ സ്ഥിതി ചെയ്യുന്നത്? ഇടനാട്ടിലാണ് അല്ലെ. മൂന്നാമത്തെ ഭൂപ്രകൃതിയാണ് കേരളത്തിന്റെ മൂന്നാമത്തെ ഭൂപ്രകൃതി ഏതാണ്? തീരപ്രദേശം അല്ലെ. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 7.5 മീറ്റർ വരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് തീരപ്രദേശം. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 7.5 മീറ്റർ വരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് തീരപ്രദേശം. കേരളത്തിന്റെ തീരദേശ ദൈർഘ്യം എത്രയാണ്? 580 കിലോമീറ്റർ ആണ് അല്ലെ. കേരളത്തിന്റെ തീരദേശ ദൈർഘ്യം എത്രയാണ്? 580 കിലോമീറ്റർ ആണ്. നെല്ല്, തെങ്ങ് എന്നിവയാണ് പ്രധാന കാർഷിക വിളകൾ. തീരപ്രദേശത്തെ പ്രധാന കാർഷിക വിളകൾ എന്തൊക്കെയാണ്? നെല്ലും തെങ്ങും. കേരളത്തിൽ കടൽ തീരമുള്ള ജില്ലകളുടെ എണ്ണം എത്രയാണ്? 9 ജില്ലകളിലാണ് കടൽ തീരം ഉള്ളത് അല്ലെ. കേരളത്തിൽ കടൽ തീരമില്ലാത്ത ജില്ലകളുടെ എണ്ണം 5 ജില്ലകളിൽ കടൽ തീരമില്ല. ഏതൊക്കെയാണ് കടൽ തീരമില്ലാത്ത ജില്ലകള്? പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട്, വയനാട്. കേരളത്തിലെ കടൽ തീരമില്ലാത്ത ജില്ലകൾ ഏതൊക്കെയാണ്? പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട്, വയനാട്. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? കണ്ണൂരാണ് അല്ലെ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? കണ്ണൂർ ജില്ലയിലാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കടൽ തീരം ഉള്ളത്. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള താലൂക്കോ? ചേർത്തല താലൂക്കാണ് അല്ലെ. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള താലൂക്ക് ഏതാണ്? ചേർത്തല താലൂക്ക്. ഏറ്റവും കുറവ് കടൽ തീരമുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? കൊല്ലം ജില്ല. ഏറ്റവും കടൽ തീരം കുറവുള്ള ജില്ല ഏതാണ് ചോദിച്ചാല് കൊല്ലം ജില്ലയിലാണ് കടൽ തീരം വളരെ കുറവ്. കടൽ തീരം ഇല്ലാത്ത കേരളത്തിലെ ഏക കോർപ്പറേഷൻ ഏതാണ്? തൃശ്ശൂരാണ്. കടൽ തീരമില്ലാത്ത കേരളത്തിലെ ഏക കോർപ്പറേഷൻ ഏതാണ് ചോദിച്ചാൽ തൃശ്ശൂർ കോർപ്പറേഷൻ ആണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച്, അതുപോലെ തന്നെ കേരളത്തിലെ ഏക ഡ്രൈവിംഗ് ബീച്ച് മുഴുപ്പിലങ്ങാട് ബീച്ചാണ് കേട്ടോ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് ഏതാണ്? മുഴുപ്പിലങ്ങാട് ബീച്ച്. കേരളത്തിലെ ഏക ഡ്രൈവിംഗ് ബീച്ച് ഏതാണ്? മുഴുപ്പിലങ്ങാട് ബീച്ച് തന്നെയാണ്. എവിടെയാണ് മുഴുപ്പിലങ്ങാട് ബീച്ച്? കണ്ണൂർ ജില്ലയിലാണ്. കേരളത്തിലെ ആദ്യ ഭിന്നശേഷി സൗഹൃദ ബീച്ച് എവിടെയാണ്? ആലപ്പുഴയിലാണ് കേട്ടോ. കേരളത്തിലെ ആദ്യ ഭിന്നശേഷി സൗഹൃദ ബീച്ച് എവിടെയാണ്? ആലപ്പുഴ ജില്ലയിലാണ്. കേരളത്തിലെ ആദ്യ പൈതൃക ബീച്ച് ഏതാണ്? കേരളത്തിലെ ആദ്യ പൈതൃക ബീച്ച് ഏതാണ്? അഴീക്കോട് ഡോൾഫിൻ ബീച്ചാണ്. കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ച് ഏതാണ്? അഴീക്കോട് ഡോൾഫിൻ ബീച്ചാണ് പൈതൃക ബീച്ച്. കേരളത്തിലെ തീരപ്രദേശത്ത് കാണപ്പെടുന്ന പ്രധാന റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങളാണ് ഇൽമനൈറ്റും മോണോസൈറ്റും. കേരളത്തിലെ തീരപ്രദേശത്ത് കാണപ്പെടുന്ന പ്രധാന റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങളാണ് ഇൽമനൈറ്റും മോണോസൈറ്റും. കേരളത്തിലെ തീരപ്രദേശത്തെ മണലിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ആണവധാതു ഏതാണ്? തോറിയം. കേരളത്തിലെ തീരപ്രദേശത്തെ മണലിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ആണവധാതു ഏതാണ്? തോറിയം. സമുദ്രനിരപ്പിന് താഴെ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ വയൽ പ്രദേശങ്ങൾ അറിയപ്പെടുന്നത് കോൾ നിലങ്ങൾ എന്നാണ്.
സമുദ്രനിരപ്പിന് താഴെ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ വയൽ പ്രദേശങ്ങൾ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? കോൾനിലങ്ങൾ. കേരളത്തിലെ കോൾനിലങ്ങൾ കാണപ്പെടുന്ന ജില്ലകൾ ഏതാണ്? തൃശ്ശൂരും മലപ്പുറവുമാണ് കേട്ടോ. അപ്പോൾ കോൾനിലങ്ങളുടെ പ്രത്യേകത എന്താണ്? സമുദ്രനിരപ്പിനും താഴെയായിട്ട് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ വയൽ പ്രദേശങ്ങളാണ് കോൾനിലങ്ങൾ. കോൾനിലങ്ങൾ കാണപ്പെടുന്ന ജില്ലകൾ ഏതാണ്? തൃശ്ശൂരും മലപ്പുറവും. നമ്മളെ പ്രധാന ബീച്ചുകളിൽ പാപനാശം ബീച്ച് എവിടെയാണ്? തീരപ്രദേശത്തെ പ്രധാന ബീച്ചുകൾ ഏതൊക്കെയാണ്? പാപനാശം അല്ലെങ്കിൽ വർക്കല ബീച്ച് എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലാണ്. പാപനാശം ബീച്ച്, ശംഖുമുഖം, കോവളം ഇതൊക്കെ എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലാണ്. തങ്കശ്ശേരി ബീച്ച് എവിടെയാണ്? കൊല്ലം ജില്ലയിലാണ് കേട്ടോ. ഒന്നുകൂടി പഠിക്കുക. പാപനാശം അല്ലെങ്കിൽ വർക്കല, പിന്നെ ശംഖുമുഖം, കോവളം ഈ ബീച്ചുകളൊക്കെ എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലാണ്. തങ്കശ്ശേരി ബീച്ച് എവിടെയാണ്? കൊല്ലം ജില്ലയിലാണ്. ചേറായി ബീച്ച്, മുനമ്പം ബീച്ച് ഒക്കെ എവിടെയാണ്? എറണാകുളം ജില്ലയിലാണ്. ബേപ്പൂർ, മാറാട്, കാപ്പാട് എന്നീ ബീച്ചുകളൊക്കെ എവിടെയാണ്? കോഴിക്കോട് ജില്ലയിലാണ്. ബേപ്പൂർ, മാറാട്, കാപ്പാട് ബീച്ചുകളൊക്കെ എവിടെയാണ്? കോഴിക്കോട് ജില്ലയിലാണ്. പയ്യാമ്പലം, ധർമ്മടം, മുഴുപ്പിലങ്ങാട് ബീച്ച് കണ്ണൂർ ജില്ലയിലാണ്. പയ്യാമ്പലം, ധർമ്മടം, മുഴുപ്പിലങ്ങാട് എന്നീ ബീച്ചുകൾ എവിടെയാണ്? കണ്ണൂർ ജില്ലയിലാണ്. ബേക്കൽ ബീച്ച് എവിടെയാണ്? ബേക്കല് കാസർഗോഡ് ജില്ലയിലാണ് അല്ലെ. അപ്പോൾ ഏതൊക്കെയാണ് പ്രധാന ബീച്ചുകൾ? പാപനാശം, ശംഖുമുഖം, കോവളം തിരുവനന്തപുരം ജില്ലയിലെ, തങ്കശ്ശേരി ബീച്ച് കൊല്ലം ജില്ലയിലാണ്. ചേറായി ബീച്ചും മുനമ്പം ബീച്ചും എറണാകുളം ജില്ലയിലാണ്. ബേപ്പൂർ, മാറാട്, കാപ്പാട് കോഴിക്കോട്. ബേപ്പൂർ, മാറാട്, കാപ്പാട് ഇതൊക്കെ എവിടെയാണ്? കോഴിക്കോട് ജില്ലയിലാണ്. പയ്യാമ്പലം, ധർമ്മടം, മുഴുപ്പിലങ്ങാട് എവിടെയാണ്? കണ്ണൂരിലാണ്. ബേക്കൽ എവിടെയാണ്? കാസർഗോഡിലാണ്. ഇതാണ് തീരദേശത്തെ പ്രധാന ബീച്ചുകൾ. അപ്പൊ നമുക്ക് ഇത്രയും നമ്മുടെ ഭൂപ്രകൃതി, കേരളത്തിന്റെ ഭൂപ്രകൃതിയെ കുറിച്ച് നമുക്ക് ഇത്രയൊക്കെ പഠിക്കാനുള്ളൂ. ഇനി ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ SCERT ചാപ്റ്റർ നമുക്ക് നാളെ പഠിക്കാം. എല്ലാവർക്കും എൻ്റെ ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.